ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ നാട്ടിൽ നിന്ന് അബ്രോഡ് മൂവ് ചെയ്യാൻ ആലോചിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ പാക്ക് ചെയ്യണം, എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളതിനെ ബേസ് ചെയ്തുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിലായതുകൊണ്ട് തന്നെ ഞാൻ മെയിൻലി ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ കാര്യങ്ങളും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്കും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ പോലെ തന്നെ ആദ്യം തന്നെ പറയാം, ഇതൊരു എന്താ പറയുക, കുറേ നാളത്തേക്ക് ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ടായിരിക്കും. വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും, ബട്ട് ഞാൻ അധികം വലിച്ചു നീട്ടാതെ പറയാൻ ശ്രമിക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഫ്ലൈറ്റ് യാത്രയ്ക്കാണെങ്കിലും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്യൂട്ട് കേസ്. നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ലഗേജ് ബാഗ്സിൻ്റെ കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും വളരെ ശ്രദ്ധയോടെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഈ വെയിറ്റ്, നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ നമ്മൾ എടുക്കുന്ന സ്യൂട്ട് കേസിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. അതിന് എത്രത്തോളം വീതിയുണ്ട്, നീളമുണ്ടെന്നുള്ളതിനും ഒരു മാക്സിമം ലിമിറ്റ് എയർലൈൻസ് പറയുന്നുണ്ട്. അതിൽ കൂടുതലായിട്ടുള്ള സൈസിൽ നമ്മളിപ്പോൾ കൂടുതൽ സാധനം കൊള്ളാൻ വേണ്ടി വലിയ പെട്ടിയൊക്കെ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ലിമിറ്റിൻ്റെ മേലെയാണെങ്കിൽ നമുക്ക് ചെക്ക് ഇൻ സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻകൺവീനിയൻസിന് നിൽക്കാതിരിക്കുക. നമ്മൾ ഏത് രാജ്യത്തേക്ക് പോവുകയാണെങ്കിലും കൺസിഡർ ചെയ്യുന്ന കുറച്ച് എയർലൈൻസുകൾ ഉണ്ടാവുമല്ലോ, അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന സൈസ് ശ്രദ്ധിക്കുക. അതിന് ശേഷം പെട്ടി വാങ്ങുക. ഇപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പെട്ടിയാണേലും ആ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ഹൈറ്റിലും വീതിയിലും ഒക്കെ വരുന്ന രീതിക്കുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ഇതുപോലെ പെട്ടിയൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്യൂട്ട് കേസസും ഈ ട്രോളി ബാഗ്സൊക്കെ ഇപ്പോൾ ഒത്തിരി അവൈലബിൾ ആണ്. അങ്ങനത്തത് നോക്കിയെടുക്കാൻ ശ്രമിക്കുക. അതാവുമ്പോൾ നമുക്ക് അകത്ത് കുറച്ചുകൂടി അധികം സാധനങ്ങളുടെ വെയിറ്റ് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതിലും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല ബ്രാൻഡിൻ്റെ നോക്കി വാങ്ങുക എന്നുള്ളത്. കാര്യം ലൈറ്റ് വെയ്റ്റ് ആണെന്നും പറഞ്ഞ് ഇവർ അറിയാലോ, ഈ ഓരോ ഫ്ലൈറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴും ഇതൊക്കെ ഭയങ്കര ഹാർഷായിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്, വളരെ റഫായിട്ടാണ് ഹാൻഡിൽ ചെയ്യുക. ആ സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ള ടൈപ്പ് എടുക്കരുത്. നല്ല ബ്രാൻഡിൻ്റെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലുള്ളത് അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ അതിൻ്റെ അങ്ങനത്തെ ഏതോ ആണ്. ഇപ്പോൾ ലുലു ഒക്കെ അടുത്തുള്ളവർക്ക് സെയിലൊക്കെ വരുന്ന സമയത്ത് നല്ല ഓഫേഴ്സ് കിട്ടും. മറ്റേ വലിയ ബാഗും അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ്, ഒരു ചെറിയ സൈസ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാബിൻ ലഗേജ് ആയിട്ടും അതിലെ ആ ചെറിയ ടൈപ്പ് ഓഫ് സ്യൂട്ട് കേസ് യൂസ് ചെയ്യാൻ പറ്റും. ക്യാബിൻ ലഗേജിനും ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മറ്റേ വീൽസ് ഉള്ള ടൈപ്പ്, ട്രോളി പോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ടൈപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ലേ ഓവറൊക്കെ ഉള്ള സമയത്ത് അല്ലാതെ തൂക്കിപ്പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചൊരു 7 kg അലൗഡ് എന്ന് പറയുമ്പോൾ എന്താണേലും നമ്മളെല്ലാവരും 7 kg അതിനകത്ത് കുത്തി കയറ്റുമല്ലോ. അപ്പോൾ അത്രയും വെയിറ്റും പിടിച്ചുകൊണ്ട് ഈ ലേ ഓവറിൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ നമുക്ക് ട്രാൻസിറ്റിലൊക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മാക്സിമം വീലുള്ള ടൈപ്പ് ബാഗ്സ് തന്നെ ക്യാബിൻ ലഗേജിനും യൂസ് ചെയ്യുക. മിക്ക എയർലൈൻസും തന്നെ 30 kg ആണ് ഒരു ടിക്കറ്റിന് അലോ ചെയ്തിട്ടുള്ള ലഗേജ് വെയിറ്റ്. അതിൻ്റെ കൂടെ ക്യാബിൻ ലഗേജ് ആയിട്ടൊരു 7 kg കൂടെ പറ്റും. എല്ലാ എയർലൈൻസിലും തന്നെ എക്സ്ട്രാ ഒരു ലാപ്ടോപ്പ് ബാഗ് പറ്റുന്നതാണ്. പക്ഷെ ചില കേസസിൽ അത് അലൗഡ് അല്ലാതായിട്ട് കേട്ടിട്ടുണ്ട്. ചില ഫ്ലൈറ്റ്സ് ഇപ്പോൾ അത് സമ്മതിക്കുന്നില്ല, ഒരു ക്യാബിൻ ബാഗേ പറ്റുള്ളൂ എന്ന് പറയുന്നതായിട്ട്. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അത് എയർലൈൻസുമായിട്ട് അതൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ജനറലി നമുക്ക് ലഗേജ് ബാഗ്സ് 30 kg, മൾട്ടിപ്പിൾ ബാഗ്സ് അലൗഡായിട്ട് തന്നെ കൊണ്ടുപോകാം. ക്യാബിൻ ലഗേജ് 7 kg, ഒരു ലാപ്ടോപ്പ് ബാഗ്, പിന്നെ ഗേൾസിന് ഒരു സൈഡ് ബാഗും കൂടെ പറ്റും. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ കയ്യിൽ കൊണ്ടുപോകുന്നത് ഇപ്പം ഗേൾസിനാണെങ്കിൽ സൈഡ് ബാഗിൽ വെക്കാം, അല്ല ഇപ്പം ബോയ്സിനാണെങ്കിലും ആ ലാപ്ടോപ്പ് ബാഗിലായിട്ട് വെക്കാൻ പറ്റുന്നത് ഈ വിസയുടെ ഒരു കോപ്പി, ടിക്കറ്റിൻ്റെ കോപ്പി, പിന്നെ പാസ്പോർട്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇമിഗ്രേഷൻ്റെ സമയത്താണെങ്കിലും ഇവിടെ എത്തിയിട്ട് കാണിക്കാനാണേലും എല്ലാം
ഇത് എടുക്കാനും വെക്കാനും കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. എല്ലാം ഒരുമിച്ച് തന്നെ ഒരു പോക്കറ്റിൽ തന്നെ വെക്കുക. അവിടെ വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വെക്കാതിരിക്കുക. അതേപോലെ എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും നമ്മുടെ കയ്യിൽ എന്തൊക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എല്ലാ ഇലക്ട്രോണിക്സും ഈ ക്യാബിൻ ബാഗിൽ തന്നെ വെക്കണം. സോ പ്രിഫറബിളി ലാപ്ടോപ്പ് ബാഗിൽ പറ്റുവാണെങ്കിൽ വെക്കുക. അങ്ങനെ ആകുമ്പോൾ മറ്റേ നമ്മൾ സെക്യൂരിറ്റി ചെക്കിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് ഇതെടുത്ത് വെക്കാനും തിരിച്ച് പാക്ക് ചെയ്യാനും എല്ലാം എളുപ്പമായിരിക്കും. പലയിടത്തായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഒരു ബാഗിലാക്കി വെക്കാൻ പറ്റും, ഒരു ചെറിയൊരു പൗച്ച് പോലെ എന്തിലെങ്കിലും ആക്കി വെക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തോടെ എടുത്ത് അങ്ങനെ തന്നെ അവിടെ ആ ട്രെയിലേക്ക് കുടഞ്ഞിടുക, തിരിച്ച് അത് അതുപോലെ പാക്ക് ചെയ്ത് എടുത്തു വയ്ക്കാൻ എളുപ്പമായിരിക്കും. സെക്യൂരിറ്റി ചെക്ക് നമുക്ക് നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്ന സമയത്തും ഉണ്ടാവും, അതേപോലെ ലേ ഓവർ കഴിഞ്ഞ് പിന്നെ അടുത്ത ഫ്ലൈറ്റിൽ കയറുമ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ അതൊരു ബുദ്ധിമുട്ടാകും നമ്മൾ സ്കാറ്റേർഡായിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഇലക്ട്രോണിക്സ് ഹാൻഡ് ക്യാരിയിൽ വെക്കണം എന്ന് പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ഷാർപ്പായിട്ടുള്ള ഐറ്റംസ്, അത് ഈവൺ ഒരു സേഫ്റ്റി പിൻ ആണെങ്കിലും നെയിൽ കട്ടർ ആണെങ്കിലും എന്ത് ഷാർപ്പ് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിലും അത് നമ്മുടെ വലിയ ലഗേജിൻ്റെ അകത്ത് വേണം വെക്കാൻ. ഹാൻഡ് ക്യാരിയിൽ നമ്മുടെ ക്യാബിൻ ലഗേജിലോ വെക്കരുത്. ഇതൊക്കെ എല്ലാ ഫ്ലൈറ്റിൽ പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചോന്നേ ഉള്ളൂ. ലാസ്റ്റ് മിനിറ്റൊക്കെയാണ് എന്തെങ്കിലും ഓർമ്മ വരുന്നതെന്ന് വെച്ചിട്ട് അത് പെട്ടെന്ന് എടുത്ത് ചെറിയ ബാഗിൽ ഇട്ടേക്കാമെന്ന് കരുതരുത്. ഷാർപ്പായിട്ടുള്ള എല്ലാ ഐറ്റംസും വലിയ പെട്ടി തന്നെ വെക്കുക. അതേപോലെ നിങ്ങൾ പാക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒബ്ജക്ട്സ് ഇത് എടുക്കാവോ ഇല്ലയോ എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ എയർലൈൻസിൻ്റെ സൈറ്റിൽ പോയി നോക്കുക. അതേപോലെ എല്ലാ സൈറ്റിലും തന്നെ ഇപ്പോൾ മറ്റേ ചാറ്റ് ബോട്ട് ഉണ്ടായിരിക്കും, അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും ഇത് അലൗഡ് ആണോ അല്ലയോ എന്നുള്ളത്. ഇനി മെൻഷൻ ചെയ്തിട്ടില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ക്ലിയർ ആൻസർ ഇത് അലൗഡ് ആണെന്ന് കിട്ടുന്നില്ലെങ്കിൽ അത് എടുക്കാതിരിക്കുക. എന്ത് സാധനമാണ് നമുക്ക് ആവശ്യമുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ എല്ലാ നാട്ടിലും വാങ്ങാൻ കിട്ടും. അതല്ലാതെ ഉള്ളത് കൊണ്ടുവരാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. ഈ പറയുന്ന പോലെ സെക്യൂരിറ്റി ചെക്കിൻ്റെ സമയത്ത് നമ്മൾ ഓൾറെഡി കുറച്ച് ടെൻസ്ഡ് ആയിരിക്കും. അതിൻ്റെ ഇടയിൽ വെറുതെ ഒരു ഇഷ്യൂവിന് നിൽക്കണ്ടല്ലോ. സോ ബെറ്റർ ഇഫ് ഇറ്റ്സ് നോട്ട് മെൻഷൻഡ്, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാതിരിക്കുക. പിന്നെ മൊബൈൽ ചാർജേഴ്സൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു എക്സ്ട്രാ കേബിൾ 1-2 കയ്യിൽ കരുതുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാര്യം ഇവിടെ ചാർജിങ് കേബിൾസ് ഇതൊക്കെ എല്ലായിടത്തും വാങ്ങാൻ കിട്ടും, പക്ഷേ നാട്ടിലെ പോലെ നല്ല ക്വാളിറ്റി കിട്ടണമെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. സോ ബെറ്റർ ഒരു ചാർജിങ് കേബിളോട് എക്സ്ട്രാ കയ്യിൽ കരുതുവാണെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ് അതുപോലത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ, കാര്യം ഇപ്പോൾ ലാപ്ടോപ്പിൽ സ്റ്റോറേജ് ഫുള്ളൊക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റാനും ഇതൊക്കെ പറ്റുമല്ലോ. അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങണമെങ്കിൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. സോ അതുകൂടെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനത്തെ അഡാപ്റ്റേഴ്സ്. നമുക്കറിയാം നാട്ടിൽ ഇങ്ങനെയല്ലേ പ്ലഗ് വരുന്നത്, എന്ന് കാണാത്തെ ഇങ്ങനത്തെ പിന്നാണല്ലോ, പക്ഷേ ഇവിടെ ഇങ്ങനത്തെ പിൻസാണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചാർജറും സാധനങ്ങളും ഇപ്പോൾ ഒന്നും നാട്ടിൽ നിന്നുള്ള ഇതിൻ്റെ പ്ലഗ് വെച്ചിട്ട് വർക്ക് ആവില്ല. സോ ഇതുപോലത്തെ അഡാപ്റ്റേഴ്സ് എന്തായാലും കരുതിയിരിക്കണം. പൊട്ടിപ്പോയോ? അതേപോലെ തന്നെ ഇങ്ങനത്തെ വലിയ ഇത് ഇൻ്റർനാഷണൽ യൂണിവേഴ്സൽ അഡാപ്റ്ററാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നാടിൻ്റെ ഓപ്ഷൻസ് ആയിട്ടുള്ള ഇതിലേതായാലും മതി. സ്പെസിഫിക് ആയിട്ടുള്ളത് ഞാൻ ആദ്യം കാണിച്ചത് ഓസ്ട്രേലിയയുടെ മാത്രമേ ഉള്ളൂ. മറ്റേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ തായ്ലൻഡ്, USA, ജപ്പാൻ, യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കുറേ സ്ഥലത്തേക്കുള്ളത് ആ ഒരെണ്ണം മതിയാവും. അങ്ങനത്തെ അഡാപ്റ്റേഴ്സ് ഒരു 2-3 എണ്ണം കരുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നാട്ടിൽ നിന്നുള്ള മൊബൈൽ ചാർജേഴ്സ് ആണെങ്കിലും ലാപ്ടോപ്സ് ആണെങ്കിലും ഇപ്പോൾ അയൺ ബോക്സ് ഒക്കെ നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ അതിനൊക്കെ എന്തായാലും ആവശ്യം വരും. കാര്യം ഇവിടുത്തെ പ്ലഗ് പോയിൻറ്റ്സിലല്ലാതെ നമുക്ക് പ്ലഗ് കുത്താൻ പറ്റില്ല. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എക്സ്റ്റൻഷൻ. ഒരെണ്ണമെങ്കിലും കൊണ്ടുവരണം. കാര്യം ഇവിടേക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റൂമിൽ നമ്മൾ നാട്ടിലെ പോലെ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് സ്വിച്ചസും കുറേ പ്ലഗ്സും ഒന്നും ഉണ്ടാവില്ല. അതേപോലെ കട്ടിലിൻ്റെ അടുത്തൊന്നും പ്ലഗ് ഉണ്ടാവില്ല ഒരുവിധം. ഇവിടെ കണ്ടിട്ടുള്ള വീടുകളിൽ ഒന്നും തന്നെ ഇല്ല. എല്ലായിടത്തും തന്നെ റൂമിലേക്ക് കയറുമ്പോൾ കോർണറിൽ ഒരു ലൈറ്റിൻ്റെ സ്വിച്ച് കാണും. അതേപോലെ റൂമിൻ്റെ ഒരറ്റത്തുള്ള മറ്റേ കോർണറിലൊക്കെ ആയിട്ട്
അത് സേഫ്റ്റിക്കും കൂടി വേണ്ടിയാണ് അവരങ്ങനെ വെക്കുന്നത്. 1 2 പ്ലഗ് അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലാപ്ടോപ്പും ചാർജ് ചെയ്യണം, ഇല്ലെങ്കിൽ അയൺ ബോക്സ് യൂസ് ചെയ്യണം, വേറെ ഇപ്പോൾ ഹെയർ ഡ്രയർ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. സോ എക്സ്റ്റൻഷനും കൂടി കയ്യിൽ കരുതുക. പിന്നെ സ്റ്റുഡൻസ് ഒക്കെ വരുന്ന സമയത്ത് ലാപ്ടോപ്പൊക്കെ നിങ്ങൾക്ക് പുതിയതായിട്ട് വാങ്ങണം എന്നാണ് ഉള്ളതെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. കാര്യം ഈ പറയുന്ന പോലെ തന്നെ ഒരുവിധം എല്ലാ ബ്രാൻഡ്സിൻ്റെതും നാട്ടിൽ കിട്ടുന്നതും ഇവിടെ കിട്ടുന്നതൊക്കെ സിമിലർ ആയിട്ട് തന്നെയാണ്. ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻസിന് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അത് നമ്മൾ ലാപ്ടോപ്സ് എടുക്കുമ്പോഴും മൊബൈൽ ഫോൺസിനും ഉണ്ടെന്ന് തോന്നുന്നു. സിമ്മൊക്കെ എടുക്കുമ്പോൾ ഉണ്ട് കേട്ടോ. നിങ്ങൾ പ്രത്യേകിച്ച് പറയുക സ്റ്റുഡൻറ്റ് വിസയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഓഫർ കിട്ടും. ചുരുങ്ങിയ പൈസ തന്നെ ഇൻ്റർനാഷണൽ കോൾസും ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടെ ആഡഡ് ബെനിഫിറ്റ്സ് ഉള്ള രീതിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ സിമ്മ്, ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ മെൻഷൻ ചെയ്യുക സ്റ്റുഡൻറ്റ് വിസയിലാണ്, എപ്പോൾ വരെയാണ് അതിൻ്റെ കാലാവധി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ലാപ്ടോപ്പൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഇവിടെ വന്നിട്ട് വാങ്ങുകയാണെങ്കിൽ ബെറ്റർ ഡീൽസ് കിട്ടും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് പവർ ബാങ്ക്. 1 2 പവർ ബാങ്ക് നല്ലത് നോക്കി നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. പവർ ബാങ്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഒന്നാമത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം നാട്ടിലൊക്കെ അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോയാലും നമ്മുടെ കയ്യിൽ ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കയറി കുറച്ച് നേരം ചാർജ് ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ അങ്ങനത്തെ ഒന്നും ഓപ്ഷൻസ് ഇല്ല. സോ ട്രാവലിംഗ് ടൈമും അത്യാവശ്യം എടുക്കും. ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോഴാണേലും വരുമ്പോഴാണേലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരിടത്ത് നിൽക്കുമ്പോൾ പോയി വരാനൊക്കെ ചിലപ്പോൾ ഒരു 1 hour 1.5 hours ഒക്കെ ട്രാവലിംഗ് ടൈമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ ചാർജ് തീർന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. സോ പവർ ബാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വാങ്ങിയിട്ട് വരണം എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഇവിടെ കിട്ടണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ആൻഡ് അത് തപ്പി കണ്ടുപിടിക്കലും കുറച്ച് പണിയാണ്. നമുക്ക് ജനറലായിട്ട് അവിടെ ഇവിടെ ഇല്ലേ കോമൺ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കാണുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല ഐറ്റംസ് കിട്ടില്ല. സോ നാട്ടിൽ നിന്ന് 1 2 നല്ല പവർ ബാങ്ക് അതിൻ്റെ കേബിൾ ഒക്കെ വാങ്ങിയിട്ട് തന്നെ വരിക. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻസ് ആണ്. നിങ്ങൾ പേഴ്സണലി സ്ഥിരമായിട്ട് കഴിക്കുന്ന മെഡിസിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇംഗ്ലീഷിലുള്ള പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ലെറ്റർ വാങ്ങിയിട്ട് വരണം. ഇംഗ്ലീഷിൽ തന്നെ അത് വേണം കേട്ടോ, എന്നാലേ ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പ്രിസ്ക്രിപ്ഷൻ എന്തായാലും കയ്യിൽ കരുതണം. പിന്നെ എന്താ പറയുക, ജനറലായിട്ടുള്ള ഈ പറയുന്ന പോലെ പാരസെറ്റമോളൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. എന്നാലും തുടക്കത്തിൽ ഇപ്പം നിങ്ങൾ വരുമ്പോൾ തന്നെ കടയിൽ പോയി വാങ്ങുമൊന്നുമില്ലല്ലോ. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ചെറിയ തുമ്മലും ഈ പറയുന്ന പോലെ തൊണ്ടവേദനയും പനിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ കുറച്ച് തലവേദനയ്ക്കുള്ള മരുന്ന്, പനിയുടെ മരുന്ന് അങ്ങനെയൊക്കെ ഉള്ളത് കയ്യിൽ കരുതുക. എന്ത് മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിലും അതിന് ക്ലിയർ ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്രിസ്ക്രിപ്ഷൻ കയ്യിലുണ്ടായിരിക്കണം. അതും ഈ പറയുന്ന പോലെ നമ്മുടെ ഹാൻഡ് ക്യാരിയിൽ വെക്കുക. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പോലെ തന്നെ വെക്കുക. കാര്യം ഇവിടെ എത്തിക്കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് അവർ ചോദിക്കുമ്പോൾ കാണിക്കാൻ പറ്റുന്ന പോലെ അന്നേരം കിടന്ന് തപ്പേണ്ടി വരരുത്. പിന്നെ മെഡിസിൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ വോൾനി അതുപോലെയുള്ള എന്തെങ്കിലും വേദനയ്ക്ക് പറ്റുന്ന ഇതും കൂടെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാര്യം പാർട്ട് ടൈമിനൊക്കെ പോകുമ്പോൾ നമ്മളാരും നാട്ടിലങ്ങനെ ഫിസിക്കൽ ലേബറൊന്നും ചെയ്ത് ശീലമുള്ളവരായിരിക്കില്ലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മണിക്കൂർ നിൽക്കേണ്ടി വരും. ഏത് ജോലിക്കാണെങ്കിലും അങ്ങനെ ഇരുന്ന് പണിയെടുക്കുക എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ IT സെക്ടറിലൊക്കെ കയറിയാലേ കിട്ടുള്ളൂ. പാർട്ട് ടൈം ജോബ്സിന് അങ്ങനെ ഉണ്ടാവില്ല. അതേപോലെ തന്നെ പാർട്ട് ടൈം ജോബ്സിൽ നല്ല ഫിസിക്കൽ ലേബർ ആയിരിക്കും. അപ്പോൾ തുടക്കത്തിൽ കൈവേദന, കാലുവേദന, പുറം വേദന എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. സോ അതുപോലെ വേദനയ്ക്ക് പറ്റുന്ന മരുന്നുകളും കൊണ്ടുവരിക. അതും പറ്റുവാണെങ്കിൽ പ്രിസ്ക്രിപ്ഷനിൽ എഴുതി തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതേപോലെ നമ്മൾ മറ്റേ ആവി പിടിക്കുന്ന മെഷീനില്ലേ, അതും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് വിൻ്റർ സമയമൊക്കെ ആകുമ്പോഴേക്കും എങ്ങനെയാണേലും ഈ തൊണ്ടവേദനയും ജലദോഷവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് പോയി ഹോസ്പിറ്റലിൽ ചെന്ന് മരുന്ന് വാങ്ങാമെന്നൊന്നും പറയുന്ന കാര്യം ഇവിടെ ആലോചിക്കുകയേ വേണ്ട. ഏതെങ്കിലും കാലത്തായിരിക്കും നമുക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടുന്നത്. അപ്പോഴേക്കും ഒരു 3 പനിയും കൂടെ വന്ന് മാറിയിട്ടുണ്ടാവും. സോ ആവി പിടിക്കാനുള്ള മെഷീനും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുള്ളായിരിക്കും. അതേപോലെ എല്ലാവർക്കും തന്നെ അറിയുന്നൊരു കാര്യമായിരിക്കും
ബാക്കി രാജ്യങ്ങളിലുണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടാവുമായിരിക്കും. ഓസ്ട്രേലിയയിലേക്ക് എന്തായാലും ഉള്ളൊരു കാര്യമാണ് ഇൻകമിങ് പാസഞ്ചർ കാർഡ് എന്നും പറഞ്ഞ് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് ഫ്ലൈറ്റ് എത്താറാകുമ്പോൾ ഉള്ള ഫ്ലൈറ്റിൽ വെച്ച് നമുക്കൊരു കാർഡ് കിട്ടും. അതിൽ നമ്മളിങ്ങനെ ഡിക്ലറേഷൻസ് ഒക്കെ എഴുതണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ളൊരു കാർഡ് ഉണ്ടായിരിക്കും. അത് ഫില്ല് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ കയ്യിലൊരു പേന കരുതണം. ആ സമയത്ത് തപ്പി നടക്കേണ്ടി വരരുത്. എനിക്ക് ആ അബദ്ധം പറ്റി, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു പെൻ കയ്യിൽ കരുതുക, അത്യാവശ്യം ആയിട്ട് ആവശ്യം വരും. സോ ആ കാർഡ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിങ്ങൾ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും കൂടെ കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. സോ അതിൻ്റെ എന്താ പറയുക, നിങ്ങൾ ഇവിടെ എത്തിയിട്ട് ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീടാണെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീടാണെങ്കിലും, അല്ല നിങ്ങൾ ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്ന റെൻ്റൽ പ്രോപ്പർട്ടിയിലേക്കോ ഇല്ലെങ്കിൽ ഹോട്ടൽസിലേക്കാണെങ്കിൽ അതിൻ്റെ ആണെങ്കിലും ഫുൾ അഡ്രസ്സ് ക്ലിയർ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അത് ഈ IPC കാർഡിൽ എഴുതാൻ വേണ്ടി മാത്രമായിട്ടല്ല, ഒരു സേഫ്റ്റി പേർപ്പസും കൂടിയാണ്. ഇൻ കേസ് നമ്മുടെ ഫോൺ ഇൻ്റർനാഷണൽ റോമിംഗ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ വർക്ക് ചെയ്യേണ്ടതാണ്. ഈവൺ ഇഫ് നമ്മുടെ സിം കാർഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും എയർപോർട്ടിൽ ഓപ്പൺ വൈഫൈ ഉണ്ട്, നമുക്ക് കണക്ട് ചെയ്യാം. വേഴ്സ്റ്റ് കേസ് സിനാരിയോ, ഇൻ കേസ് നമ്മുടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് സേഫായിട്ട് എത്താനായിട്ട് ആ അഡ്രസ്സ് നോട്ട് ചെയ്ത് നിങ്ങൾ ബാഗിൽ വെക്കുക. ക്ലിയർ ആയിട്ടുള്ള ഫുൾ അഡ്രസ്സ് ഉണ്ടെങ്കിൽ നാട്ടിലെ പോലെ തപ്പിത്തിരഞ്ഞ് നടക്കേണ്ടി വരില്ല. നമുക്കിവിടെ ഏത് ടാക്സിയിലോ ആരോട് പറഞ്ഞാലും ഇല്ലെങ്കിൽ ബസ്സിൽ കയറിയാൽ നമുക്ക് കറക്റ്റായിട്ട് ആ അഡ്രസ്സിൽ ചെന്ന് ഇറങ്ങാൻ പറ്റും. അത് വലിയൊരു ബെനിഫിറ്റാണ്. സോ നിങ്ങളുടെ കയ്യിൽ ഫുൾ അഡ്രസ്സ് ഉണ്ടെങ്കിൽ തന്നെ യു ആർ ഓൺ എ സേഫർ സൈഡ്. സോ അത് കയ്യിൽ കരുതുക. അല്ലെങ്കിലും ഈ കാർഡിൽ എഴുതാൻ വേണ്ടി ഫുൾ അഡ്രസ്സ് വേണം കേട്ടോ. പിന്നെ നിങ്ങൾ വരുന്ന സമയത്ത് ഫ്ലൈറ്റിലാണെങ്കിലും കുറച്ച് തണുപ്പായിരിക്കും, അപ്പോൾ ഒരു ജാക്കറ്റ് കൂടെ ഇട്ടിട്ട് വരിക. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞ് ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴാണെങ്കിലും ഈവൺ ഇഫ് സമ്മർ ടൈം ആണെങ്കിലും നാട്ടിലെ വെച്ച് കുറച്ചുകൂടി ഒരു തണുപ്പ് തോന്നാം. അപ്പോൾ ആ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. സോ നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ ജാക്കറ്റ് ഇട്ടിട്ട് വരിക. മറ്റേ വലിയ പഫർ ജാക്കറ്റൊന്നും വേണ്ട കേട്ടോ, ഒരു ബേസിക് ജാക്കറ്റ് നമ്മൾ AC-യുടെ ഒക്കെ തണുപ്പിനൊക്കെ ഇടാറുള്ള, യൂഷ്വലി ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഇടാറുള്ള ടൈപ്പ് ഓഫ് ഒരു ജാക്കറ്റ് ഇട്ടിട്ട് വരിക. അപ്പോൾ ലഗേജിലും ആ വെയിറ്റ് കുറയ്ക്കാം. സമ്മർ ഇൻടേക്കിലൊക്കെ വരുന്നവർ മറ്റേ വലിയ പഫർ ജാക്കറ്റും സാധനങ്ങളൊന്നും വാങ്ങിക്കൊണ്ട് വരണ്ട കേട്ടോ. അതൊക്കെ ഇവിടെ വളരെ അഫോർഡബിളായിട്ട് വാങ്ങാൻ കിട്ടും. കെമാർട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ആ സമയത്താണെങ്കിൽ ഓഫറും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. അത് അത്രയും സ്ഥലവും വെയിറ്റും കളയണമെന്നില്ല, ഇവിടെ വന്നിട്ട് വാങ്ങിയാൽ മതി വലിയ ജാക്കറ്റൊക്കെ. അതേപോലെ പാത്രങ്ങൾ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ള റെൻ്റൽ ഹൗസോ ഇല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം പാത്രങ്ങൾ വാങ്ങുക. കാര്യം ചിലയിടത്ത് ബേസിക് ആയിട്ടുള്ള പാത്രങ്ങളെല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന വീട്ടിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചായപാത്രം, പാന്, അത്യാവശ്യം ഒരാൾക്ക് രണ്ടാൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ കറിപ്പാത്രമൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒന്നും സാധനങ്ങൾ വാങ്ങേണ്ടി വരില്ല. ചില വീടുകൾ പക്ഷേ മൈക്രോവേവും ഇതൊക്കെ മാത്രമേ അവർ തരത്തുള്ളൂ, പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. സോ അതൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ഈ പറയുന്ന പോലെ ബ്ലെൻഡർ ഇല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ചോപ്പർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ആവശ്യമുള്ളത് അനുസരിച്ച് മാത്രം വാങ്ങിയാൽ മതി. പിന്നെ ഏത് പാത്രം വാങ്ങുമ്പോഴും അത് മറ്റേ ഫ്ലാറ്റ് ബേസ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്റ്റൗവിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഉള്ളത് വാങ്ങുക. അത് ഇവിടെ കൂടുതൽ വീടുകളിലും ഇലക്ട്രിക് സ്റ്റൗ ആണ്. അല്ലെങ്കിലും ചിലയിടത്തൊക്കെ ഇപ്പോൾ ഇൻഡക്ഷനൊക്കെ യൂസ് ചെയ്യാനാണേലും അതിനനുസരിച്ചുള്ള രീതിക്ക് വാങ്ങും. ഏത് പാത്രം എടുക്കുകയാണെങ്കിലും ഫ്ലാറ്റ് ബേസ് ആയിട്ടുള്ളത് എടുക്കുക, അതാണ് സേഫ് ഓപ്ഷൻ. അതേപോലെ ചെറിയ പാത്രങ്ങളാണെങ്കിലും കുറച്ച് ഈ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സൊക്കെ ഇവിടെ നിന്ന് വാങ്ങാം കേട്ടോ. കെമാർട്ടിലൊക്കെ അധികം വിലയില്ലാതെ തന്നെ കിട്ടും, ഇപ്പം മീൽ പ്രപ്പൊക്കെ ചെയ്ത് വെക്കാനായിട്ട്. അല്ല നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിലും മൈക്രോവേവിൽ വെക്കാൻ പറ്റുന്ന പോലത്തെ പാത്രങ്ങൾ കൊണ്ടുവരിക. ഇപ്പം നമ്മൾ കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ കുറച്ച് ബാക്കി വരുവാണെങ്കിൽ അടുത്ത നേരത്തേക്ക് കൂടിയുള്ള നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് ചൂടാക്കി യൂസ് ചെയ്യാനാണേലും, അല്ലെങ്കിലും പുറത്ത് വെച്ചാൽ വിൻ്ററിലൊക്കെ പ്രത്യേകിച്ച് കുക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും സാധനം തണുത്തു പോകും. അപ്പോൾ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാറാകുമ്പോഴേക്കും പെട്ടെന്ന് മൈക്രോവേവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാത്രം വാങ്ങുക. അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ടൈപ്പ് വാങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കാര്യം പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെ അധികം നാൾ യൂസ് ചെയ്യുന്നത് നല്ലതല്ലല്ലോ. പിന്നെ ഇവിടെ
ബോട്ടിൽസൊക്കെ ഈ പറയുന്ന പോലെ കുറച്ച് നല്ലത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അങ്ങനെ കാണുന്ന ടൈപ്പ് അത്ര നല്ലതല്ല, നല്ല ക്വാളിറ്റി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ ഒരു ഫ്ലാസ്ക് ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. വിൻ്ററിലൊക്കെ പ്രത്യേകിച്ച് മറ്റേ ഭയങ്കര ചൂടുവെള്ളം അല്ലെങ്കിലും ഒരു കുറച്ച് ചൂടെങ്കിലും ഉള്ള ടൈപ്പ് വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് വാങ്ങിയൊരു ലഞ്ച് ബോക്സ് ആട്ടോ ഇത്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സീൽഡ് ആയിട്ടിരിക്കുന്ന അടപ്പിൻ്റെ യൂസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ ലീക്കിംഗ് ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ബാഗിൽ ഇട്ടിട്ട് പോവുകയാണെങ്കിലും അതിന് പിന്നെ പ്രത്യേകിച്ച് വേറെ കവറും കാര്യങ്ങളും ഇല്ലെങ്കിൽ എന്താ പറയുക ബുക്ക് ഇതൊന്നും വെക്കാതെ അടുത്ത് വെക്കണം, അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ലീക്കിംഗ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഒരു ലഞ്ച് ബോക്സും കൂടെ കയ്യിൽ കരുതുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ സ്റ്റുഡൻസൊക്കെ കുക്കർ കൊണ്ടുവരുന്ന സമയത്ത് ഈ തീരെ ചെറിയ കുക്കർ കൊണ്ടുവരാതിരിക്കുക. കാര്യം എന്താ പറയുക, ഈ അസൈൻമെൻറ്റും പാർട്ട് ടൈമും എല്ലാം ആയിട്ട് നിങ്ങൾക്ക് എല്ലാ നേരത്തും കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ചധികം വെക്കാൻ പറ്റുന്ന പോലത്തെ, ഇല്ലേ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു സൈസിൽ എടുക്കുക. ഒരു മിനിമം 2 ലിറ്ററിൻ്റെങ്കിലും എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതല്ല നിങ്ങൾക്ക് എന്താ പറയുക വന്ന ഉടനെ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല. ഇന്ത്യൻ സ്റ്റോറിൽ കുക്കർ വാങ്ങാൻ കിട്ടും. നാട്ടിലുള്ള ഒരുവിധം ബ്രാൻഡൊക്കെ ഇവിടെ കിട്ടും. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വരുന്ന ലൊക്കാലിറ്റി ഏതാണെന്നായിരിക്കും നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ഇന്ത്യൻ സ്റ്റോറൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. അതുവരെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ ഇവിടെ വന്നിട്ട് കുക്കർ, മിക്സി എല്ലാം അങ്ങനെ ഇവിടെ വന്നിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ. ഇന്ത്യൻ സ്റ്റോറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ കിട്ടും എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. മറ്റേ ഈ ചെറിയ കടുക് വറുക്കുന്ന പാത്രം, പുട്ടുകുറ്റി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ അതെല്ലാം കൂടെ ലഗേജിൽ കൊണ്ടുവരണം എന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ പൈസ നമ്മൾ ഇവിടുത്തെ പൈസയും നാട്ടിലെയും കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നാട്ടിലത്തേനേക്കാളിലും കുറച്ച് വിലയാകുന്നേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമായിരിക്കും, ഈ ഗൾഫിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അങ്ങനത്തെ ഐറ്റംസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷേ ഈ കൊമേഴ്ഷ്യലി പാക്ഡ് ആയിട്ടുള്ള ഡ്രൈഡ് പൗഡേഴ്സ് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമൊക്കെ വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരാതിരിക്കുക. അതൊക്കെ കുറച്ച് എന്താ പറയുക, അതിന് വേറെ തന്നെ സെക്ഷനിൽ കൂടെ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി വരുമ്പോൾ അവരെല്ലാം തുറന്ന് കാണിച്ച് അവർ ചെക്ക് ചെയ്ത് അതൊക്കെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ഫസ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരാതിരിക്കുക. പിന്നീട് കുറേ തവണ വന്ന് പോയി ശീലമൊക്കെ ആയി കഴിയുമ്പോൾ വേണമെങ്കിൽ അതിന് നിന്നോ. ഫസ്റ്റ് ടൈം ആ റിസ്ക് എടുക്കാതിരിക്കുക. എല്ലാ ഈ പറയുന്ന മുളക്, മഞ്ഞൾ, ഗരം മസാല, ചിക്കൻ മസാല എന്നൊക്കെ ഉള്ള എല്ലാ ഐറ്റംസും തന്നെ നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. അതും ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ സ്റ്റോറിൻ്റെ വീഡിയോയിലും പിന്നെ അല്ലാതെ നമ്മൾ കോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഗ്രോസറി സ്റ്റോറിൻ്റെ വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ട് ചാനലിൽ. അതും ചെക്കൗട്ട് ചെയ്ത് നോക്കുക, എല്ലാം കിട്ടും ഇവിടെ. പിന്നെ എന്താ പറയുക, നമ്മൾ ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ എന്ത് കുക്ക് ചെയ്താലും എല്ലാത്തിനും ഏകദേശം ഒരേപോലത്തെ ടേസ്റ്റ് തോന്നും. ഞാൻ വന്ന സമയത്ത് ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ എല്ലാവരുടെയും സിറ്റുവേഷൻ അതൊക്കെ തന്നെയാണ്. അത് അതിനെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും അതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത്. പക്ഷേ എന്താ പറയുക, നിങ്ങൾക്ക് ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടുന്നില്ല, എല്ലാ കറിയും ഏകദേശം ഒരുപോലെ തോന്നുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല, അത് ശരിയായിക്കോളും. കുറച്ച് ടൈം കഴിയുമ്പോഴത്തേനും അതങ്ങ് ശരിയായിക്കോളും. അപ്പോൾ യെസ്, എല്ലാ മസാലപ്പൊടിയും സാധനങ്ങളൊക്കെ കിട്ടും. ഓസ്ട്രേലിയയിലേക്ക് വരുന്നവർ ഫസ്റ്റ് ടൈം അതൊന്നും എടുക്കാൻ നിൽക്കണ്ട, ഇങ്ങ് പോകുന്നോളാം. അച്ചാറ്, ചമ്മന്തിപ്പൊടി, പപ്പടം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. അതിലൊന്നും പേടിക്കണ്ട, വലിയ വിലയൊന്നും ഇല്ലാതെ തന്നെ കിട്ടും. സോ അതിലൊന്നും വിഷമിക്കുകയോ ടെൻഷൻ അടിക്കുകയോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അറിയണം എന്നുള്ളവർ ആ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ എന്താണ്, സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർ, പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർ നിർബന്ധമായിട്ടും ഒരു 2 ജോഡി പ്ലെയിൻ ബ്ലാക്ക് ടീഷർട്ടും പ്ലെയിൻ ഫോമൽ ട്രൗസേഴ്സ് ആൻഡ് പ്ലെയിൻ ബ്ലാക്ക് ഷൂസ് കൊണ്ടുവരണം.
ഇവിടെ എല്ലാ പാർട്ട് ടൈം ജോലിക്കും തന്നെ ബ്ലാക്ക് ടീഷർട്ട്, ബ്ലാക്ക് പാൻറ്റ്സ് ആൻഡ് ബ്ലാക്ക് ഷൂസ് ആണ് അവർ പറയുന്നത്, ബ്ലാക്ക് സോക്സും. അപ്പോൾ ഷൂസ് എന്ന് പറയുമ്പോൾ ആ താഴെ വൈറ്റ് ഇത് വരുന്നില്ലെങ്കിൽ കളർഫുൾ ലേസ് വരുന്നത് അങ്ങനത്തെ ഇതൊന്നും എടുക്കരുത്. പ്ലെയിൻ ആയിട്ടുള്ള ഇതെടുക്കുക. അതും ഹീൽസ് അവോയ്ഡ് ചെയ്യുക കേട്ടോ, എസ്പെഷ്യലി ടു ഗേൾസ്. ലുക്സ് നോക്കി ഹീലുള്ള ഇത് എടുക്കരുത്. ഒരുപാട് മണിക്കൂറുകൾ നിൽക്കേണ്ടി വരും. എൻറ്റയർ ഷിഫ്റ്റ് നിൽക്കൽ തന്നെയായിരിക്കും. ഇവിടെ അങ്ങനെ ഇരിക്കാനുള്ള ഓപ്ഷനൊന്നും കിട്ടില്ല. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതെടുക്കുക. പിന്നെ ഒരുപാട് നടക്കാനുണ്ട് ഇവിടെ. നാട്ടിലെ പോലെ ഓട്ടോയും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഈ പറയുന്ന ബസ് സ്റ്റോപ്പും മെട്രോ സ്റ്റേഷൻസൊക്കെ അടുത്തടുത്ത് ഉണ്ടാവും, എന്നാലും കുറച്ചൊക്കെ നടക്കാനുണ്ടായിരിക്കും. വർക്ക് ടൈമിലാണെങ്കിലും ഒരുപാട് നടക്കാനും നിൽക്കാനും ഒക്കെ ഉണ്ടാവും. സോ അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഷൂസ് എടുക്കുക. അതിൽ ഈ പറയുന്ന പോലെ ഡിസൈൻസും കാര്യങ്ങളും വേറെ കളേഴ്സും ഒന്നും ഇല്ലാത്ത ടൈപ്പ് എടുക്കുക. ഫോർമൽ പാൻസ് എടുക്കുക, ജീൻസ് അല്ലാതെ ഉള്ള ഫോർമൽ പാൻസ് എടുക്കുക. ആൻഡ് ടീഷർട്ടിലും ഈ പറഞ്ഞ പോലെ വേറെ ഡിസൈൻസും കുത്തും കോമയും വരെയൊന്നും ഇല്ലാത്ത പ്ലെയിൻ ബ്ലാക്ക് ടീഷർട്ട്സ് എടുക്കുക. ചില പാർട്ട് ടൈം സ്ഥലത്തൊക്കെ കുട്ടികൾ ഈ അവരുടെ തന്നെ ടീഷർട്ട് ഇട്ട് കണ്ടിട്ടുണ്ട്, അത് അവർ അവിടെ നിന്ന് കൊടുക്കും. അല്ലാത്തതിനൊക്കെ ഈ പറയുന്ന പോലെ ബ്ലാക്ക് ടീഷർട്ടാണ് ഇടേണ്ടത്. സോ അത് പാർട്ട് ടൈം പോകാൻ ഉദ്ദേശിക്കുന്നവർ അതുകൂടെ കയ്യിൽ കരുതുക. ഇനി അതല്ലാതെ തന്നെ സ്നീക്കേഴ്സോ ഷൂസോ ഒക്കെ എന്തായാലും കൊണ്ടുവരണം കേട്ടോ. നമുക്ക് ഇവിടെ ഈ പറയുന്ന പോലെ ഒരുപാട് നടക്കാനുണ്ട്. എവിടെ പോകാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും കുറേ നടക്കാനുണ്ട്. ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റി പോകുമ്പോഴാണേലും എല്ലാം തന്നെ എല്ലാവരും ഈ സ്നീക്കേഴ്സും അല്ലാത്ത ഷൂസൊക്കെ തന്നെയാണ് ഇടുന്നത്. സോ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈപ്പിലുള്ള ഒരു 1-2 ഷൂസ് ഓർ സ്നീക്കേഴ്സ് നിങ്ങൾ കൊണ്ടുവരിക. പിന്നെ സമ്മർ ടൈമിലൊക്കെ ഷൂസ് ഇട്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നല്ല ഹാഷായിട്ടുള്ള സണ്ണാണ്. അപ്പോൾ ചൂടുകാലത്ത് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാൻഡൽസും കൂടെ കൊണ്ടുവരിക. പിന്നെ വീട്ടിൻ്റെ അകത്ത് ഇവിടെ എല്ലാവരും തന്നെ ചെരുപ്പ് ഇടാറുണ്ട്, ഇടേണ്ടി വരും. കാര്യം വിൻ്ററൊക്കെ ആകുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ചെരുപ്പ് അകത്ത് വേണം. പക്ഷേ അതിനുള്ളത് നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്ന് ഞാൻ പറയില്ല. ബിക്കോസ് ഇവിടെ $1, $2 നമുക്ക് ചെരുപ്പ് കെമാർട്ടിൽ വാങ്ങാൻ കിട്ടും. അതുപോലെ നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആകാൻ പോകുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ പോലെ കെമാർട്ട്, കോൾസ്, വൂൾസ്വർത്ത് എന്നൊക്കെ പറയുന്നത്. കോൾസും വൂൾസ്വർത്ത്, ആൽഡി ഒക്കെ ഗ്രോസറി സ്റ്റോഴ്സാണ്. കെമാർട്ട് എന്ന് പറയുന്നത് നമ്മളൊരു മിനി ഐക്കിയ പോലെ പറയാം. നമുക്ക് വേണ്ട ഈ അല്ലാത്ത ഐറ്റംസ് ഇല്ലേ, ഫർണിച്ചർ, ഷെൽഫ്, ക്ലിപ്പ്, ഹാങ്ങർ, ഡ്രസ്സ്, ഷൂസ്, ചെരുപ്പ് എല്ലാം കിട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു കടയാണ്. അപ്പോൾ അതെല്ലാ ഏരിയയിലും ഉണ്ട് കേട്ടോ. ഒരു കോൾസും കെമാർട്ടും ഒക്കെ എല്ലായിടത്തും ഉണ്ടാവും. കെമാർട്ടിലെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും അത് കാണാൻ താല്പര്യമുണ്ട്, അവിടെ എന്തൊക്കെയുണ്ട് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ അത് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞാൽ കെമാർട്ടിൽ $1, $2 വീട്ടിലിടുന്ന ചെരുപ്പൊക്കെ കിട്ടും. സോ അത് നാട്ടിൽ നിന്ന് കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് വരേണ്ട കാര്യമില്ല, ഇവിടെ എത്തിയിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ. അതേപോലെ ഒരു 3-4 പെയർ ജീൻസ് എന്തായാലും നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. ഇവിടെ ജീൻസ് വാങ്ങാൻ കിട്ടും, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. സോ നാട്ടിൽ നിന്ന് തന്നെ നോക്കി എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. അതേപോലെ ഇപ്പം ഇൻ കേസ് നീളമൊക്കെ കുറച്ച് നിങ്ങൾക്ക് വണ്ണം കറക്റ്റ് ആവണമെങ്കിൽ നീളം കുറച്ച് കൂടുതലാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓൾട്ടറേഷൻസ് ചെയ്യാനും നാട്ടിൽ തന്നെയായിരിക്കും നല്ലത്. ഇവിടെ അതൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഒരു 3-4 പെയർ ജീൻസ് ഈ പറയുന്ന പോലെ ബ്ലാക്ക്, ബ്ലൂ, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഒക്കെ വേണ്ടതനുസരിച്ച് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. അതേപോലെ ഇനഫ് ടോപ്സ് എടുക്കുക. ഇവിടെ കൂടുതൽ ആൾക്കാരും ജനറലി കാര്യം ഇപ്പം മെൽബേണിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിൽ പോലും കുറച്ച് ദിവസങ്ങൾ, പക്ഷെ അല്ലാത്ത സമയത്ത് എല്ലാ സീസണിലും തന്നെ തണുപ്പാണ് കൂടുതലും ഉണ്ടാവാറ്. അപ്പോൾ ഹുഡീസ്, സ്വെറ്റ് ഷർട്ട്സ് അങ്ങനത്തെ ഐറ്റംസാണ് എല്ലാവരും തന്നെ കൂടുതലായിട്ട് വെയർ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുക. പിന്നെ സമ്മർ ടൈമിൽ എല്ലാവരും സ്ലീവ്ലെസ് കുറച്ച് തിന്നായിട്ടുള്ള ടൈപ്പ് ഓഫ് ഡ്രസ്സസ്, ഈ തിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബ്രീത്തബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ലൂസ് ആയിട്ടുള്ള ടോപ്സൊക്കെയാണ് യൂഷ്വലി ഇടാറ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചൂടിന് പറ്റുന്നതും തണുപ്പിന് പറ്റുന്നതും എല്ലാമായ ടോപ്സ് ആവശ്യത്തിന് നിങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഡ്രസ്സസ് വാങ്ങാൻ കിട്ടും, പക്ഷേ ഈ പറയുന്ന പോലെ ക്വാളിറ്റി ഭയങ്കര മോശമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പൈസ കൊടുത്ത് എക്സ്പെൻസീവ് മറ്റേ പ്രീമിയം കടകളിൽ പോയിട്ട് എടുക്കേണ്ടി വരും.
അത് എന്താ പറയുക, നമ്മൾ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പൈസ ചിലവാക്കേണ്ട കാര്യമില്ലല്ലോ, നാട്ടിൽ നിന്ന് വാങ്ങാവുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾ വെയ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വരുന്ന ഡ്രസ്സും ഇതൊക്കെ ഒന്ന് സ്യൂട്ട് കേസിൽ വെക്കുമ്പോഴും നിങ്ങൾ റോൾ ചെയ്ത് പാക്ക് ചെയ്യുവാണെങ്കിൽ കുറേ കൂടെ സ്ഥലം കിട്ടും. മറ്റേ നമ്മൾ അലമാരയിൽ വെക്കുന്ന പോലെ മടക്കി വെക്കാതെ ടൈറ്റായിട്ട് റോൾ ചെയ്ത് പാക്ക് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സ്ഥലം സ്യൂട്ട് കേസിൽ കിട്ടും. ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങളും കുറേ ഡ്രസ്സും ഞാൻ ഈ കുക്കറിലും മറ്റേ കറിപ്പാത്രത്തിൻ്റെയൊക്കെ അകത്ത് ഡ്രസ്സ് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഞാൻ കൊറിയർ ചെയ്ത് വിടുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യുകയും ചെയ്യാം. ഈ പറയുന്ന ലിമിറ്റിലുള്ള സാധനങ്ങൾ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നില്ല. ബാക്കി നമുക്ക് കൊറിയർ ചെയ്ത് എനിക്ക് തോന്നുന്നു എനിക്കൊരു 5-6 ഡേയ്സിൽ എനിക്ക് ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ കിട്ടിയായിരുന്നു. ഞാൻ DTDC വഴിയാണ് അയച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻസിലോ ഫോൺ നമ്പർ കൊടുക്കാം. ഓൾ കേരള പിക്കപ്പ് ഉണ്ട്. വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് കളക്ട് ചെയ്തോളും. അല്ല നിങ്ങൾ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ എന്താണെങ്കിലും സാധനങ്ങളെല്ലാം കിട്ടും. ഞാൻ ഇപ്പോഴാണേലും ഡ്രസ്സ് ഈ ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 5-6 മാസത്തേക്കൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് അയക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങുന്നതിനേക്കാളും ലാഭമാണ്, ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ്. അപ്പോൾ കുറേ നാളത്തേക്കുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഏകദേശം ഒരേ സമയത്ത് വാങ്ങി എല്ലാം കൂടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ ഒരുമിച്ച് അത് ഇങ്ങോട്ട് അയക്കുക ചെയ്യുക. അപ്പോൾ അതൊരു ഈ പറയുന്ന പോലെ ഒരാഴ്ചയുടെ ഒരു വിൻഡോ നമ്മൾ വെക്കണം കേട്ടോ. അതിനുള്ളിൽ ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വരുന്നൊരു സമയം അനുസരിച്ചും കൂടെ നിങ്ങൾ കൂടുതൽ സാധനങ്ങൾ പാക്ക് ചെയ്യുക. ഇപ്പോൾ സമ്മറിലൊക്കെ ഇടാനായിട്ട് കൂടുതലായിട്ട് കോട്ടൺ ഡ്രസ്സസും പിന്നെ ഒത്തിരി ടൈറ്റ് ഫിറ്റിംഗ് അല്ലാത്ത ടൈപ്പ് ഓഫ് ഡ്രസ്സസ് എടുക്കുക. കാര്യം ഇവിടെ ഭയങ്കര ചൂടാണ് സമ്മറിൽ. നമുക്ക് AC ഇടാതെ ഇരിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ചൂടാണ്. അപ്പോൾ ഷോർട്ട്സ്, സ്ലീവ്ലെസ് ഡ്രസ്സസ് എല്ലാം തന്നെ കോട്ടൺ ആയിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ആൻഡ് ഇവിടെ അങ്ങനെ ആരും നമ്മളെ നോക്കുവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ജഡ്ജ് ചെയ്യോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സോ കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന പോലത്തെ ഡ്രസ്സസ് കൊണ്ടുവരിക. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സസ് ഇവിടെ ഒരുപാട് ഓണപ്പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ കുറേ അമ്പലങ്ങളും പള്ളിയും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം പരിപാടികളുണ്ട്. മലയാളീസിൻ്റെ ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അമ്പലങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും പരിപാടികളുണ്ടാവും. പിന്നെ ഓണപ്പരിപാടികളുണ്ടാവും. യൂണിവേഴ്സിറ്റീസിലെല്ലാം തന്നെ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അല്ലാതെ ചെറിയ മലയാളി കമ്മ്യൂണിറ്റീസിൻ്റെ പരിപാടികൾ, ഇല്ലെങ്കിൽ ഇതുപോലെ ഇന്ത്യൻസിൻ്റെ ട്രഡീഷണൽ ഇവൻറ്റ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ്, ഒത്തിരി വേണ്ട എന്നാലും ഒരു 2-3 ട്രഡീഷണൽ ഡ്രസ്സസും അതിന് പറ്റുന്ന മാല, കമ്മൽ, വളയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ രസമായിരിക്കും. ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ. പക്ഷേ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ നല്ല എക്സ്പെൻസീവാണ്. കുറച്ച് ഇന്ത്യൻ കടകളൊക്കെ ഉണ്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാം പേജസ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവാണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. സോ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് തന്നെയായിരിക്കും നല്ലത്. ആൻഡ് ഡ്രസ്സസിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറയാം, നല്ല ക്വാളിറ്റി ബെൽറ്റും കൂടെ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പം ഞാൻ വാങ്ങിയിരുന്നത് ഇങ്ങനത്തെ ഈ നോ ഹോൾസ് ബെൽറ്റ് എന്ന് പറയുന്ന ഇത് വാങ്ങിയിട്ട് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടി വെച്ചാലും മെലിഞ്ഞാലും ഇത് ഈ പറയുന്ന പോലെ എതിൽ കൂടെ വേണേലും നമുക്ക് കയറ്റി ബക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, തടി വെച്ചാലും മെലിഞ്ഞാലും എല്ലാം നമുക്ക് ആ സെയിം ബെൽറ്റ് തന്നെ യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ കാഷ്വൽ ആയിട്ടുള്ള ഒരെണ്ണവും ഫോർമലായിട്ട് ഒരു ബെൽറ്റും കൂടെ കരുതുവാണെങ്കിൽ നല്ലതായിരിക്കും. ബെൽറ്റ്, വാച്ച് ഒക്കെ ഇവിടെ നിന്ന് നല്ലത് വാങ്ങണമെങ്കിൽ മറ്റേ സൂപ്പർ പ്രീമിയം ബ്രാൻഡ്സിൻ്റെത് വാങ്ങേണ്ടി വരും. അല്ലാതെ കിട്ടുന്നതൊന്നും നല്ല ക്വാളിറ്റി അല്ല. അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ നോക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ റേഞ്ചിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് കിട്ടുമല്ലോ. ഇവിടെ അങ്ങനെ കിട്ടില്ല. സോ വാച്ച്, ബെൽറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. പിന്നെ യൂണിവേഴ്സിറ്റി കൊണ്ടുപോകാനാണെങ്കിലും അല്ലാതെ ഇപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകാനാണെങ്കിലും ടോട്ട് ബാഗ്സ് ആണ് കേട്ടോ ഇവിടെ കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ബാക്ക് പാക്ക് നല്ലതൊരെണ്ണം നിങ്ങൾ കൊണ്ടുവന്നാൽ യൂസ്ഫുൾ ആയിരിക്കും. പേർപ്പസ് നോക്കി എടുക്കുക. ഇവിടെ ആരും ലുക്സും
ഇതൊന്നും നോക്കി ജഡ്ജ് ചെയ്യാൻ പോകത്തില്ല. അതുകൊണ്ട് ബാഗിൻ്റെ ലുക്കിനെക്കാളും അതിൻ്റെ പേർപ്പസ് നോക്കി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം വെയിറ്റൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടോട്ട് ബാഗ് ഉണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാബിൻ ലഗേജ് 7 kg പറ്റുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് 2-3 വീട്ടിലിടേണ്ട ഡ്രസ്സ്, നല്ല ഡ്രസ്സ്, ഇന്നർവെയേഴ്സ്, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ക്യാബിൻ ലഗേജിൽ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇൻ കേസ് ഈ ട്രാൻസിറ്റിൻ്റെ സമയത്തൊക്കെ മറ്റേ വലിയ ലഗേജ് മിസ്സായി പോവുകയാണെങ്കിൽ നമുക്കത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് കിട്ടാനായിട്ടൊരു 7 to 14 days സമയമെടുക്കും. സോ ആ ഒരു സമയത്തേക്ക് നമ്മുടെ കയ്യിൽ എന്താ പറയുക, ഇപ്പം എല്ലാ ഐറ്റംസും അതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുമില്ലാതെ പെട്ടുപോകും. സോ ബെറ്റർ എമർജൻസി ആയിട്ടുള്ള ഐറ്റംസ് കുറച്ച് നിങ്ങൾ ഹാൻഡ് ക്യാരി തന്നെ കരുതുകയാണെങ്കിൽ അത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അതേപോലെ എക്സ്ട്രാ ബാഗ്സ്, ഷൂസ്, പിന്നെ ഈ പില്ലോ കവർ, ബെഡ്ഷീറ്റ്, അതിൻ്റെയൊക്കെ അതൊക്കെ ഓരോന്ന് മാത്രം നമ്മുടെ കൊണ്ടുവരുന്ന ബാഗിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം കൊറിയർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുറേ കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. പിന്നെ അതേപോലെ ഈ ചെറിയ ചെറിയ ഐറ്റംസ് ഇല്ലേ, ഹാങ്ങർ, ക്ലിപ്പ്, അതുപോലെയൊക്കെയുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞ് വാങ്ങാം കേട്ടോ. കെമാർട്ടിലൊക്കെ ചെറിയ വിലയ്ക്ക് മറ്റേ വലിയ പാക്കായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. അതൊന്നും ലഗേജിൽ സ്പേസ് കളയണം എന്നില്ല. അതുപോലെ തുണിയൊക്കെ ഉണക്കാനായിട്ട് മറ്റിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റാൻഡൊക്കെ ഇവിടെ കെമാർട്ടിൽ വലിയ വിലയില്ലാതെ തന്നെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ തന്നെ വെച്ച് തുണിയൊക്കെ ഉണക്കാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ മേക്കപ്പ്, സ്കിൻ കെയർ ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ അഫോർഡബിൾ ആയിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള ഓൺ ബ്രാൻഡ്സ് ഇവിടെ കിട്ടില്ല. പക്ഷേ നാട്ടിലുള്ള അല്ലാതെ നമുക്കറിയാവുന്ന ലോറിയൽ, ഡവ്, ഗാർണിയർ, അങ്ങനത്തെ അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ബ്രാൻഡ്സും തന്നെ ഇവിടെ കിട്ടും. സോ അതൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നില്ല. അതുമല്ല, ഫ്ലൈറ്റിൽ മറ്റേ വലിയ ബോട്ടിൽസ് ഒന്നും അലൗഡ് അല്ല. ഞാൻ വന്ന സമയത്ത് മറ്റേ വലിയ ടൂത്ത് പേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതുപോലെ പറഞ്ഞു 100 grams മേളിലുള്ളത് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് കൊച്ചിയിൽ നിന്ന് എടുക്കാൻ പറ്റി. പക്ഷേ സിംഗപ്പൂർ ലേ ഓവർ കഴിഞ്ഞിട്ട് കയറുമ്പോൾ അത് അവിടെ റിമൂവ് ചെയ്യേണ്ടി വന്നു. ഓസ്ട്രേലിയയിലേക്ക് കടത്തി വിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ 100 grams ആണ് ലിമിറ്റ് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ മോയ്സ്ചറൈസറോ ഇല്ലെങ്കിൽ ഷാംപൂസോ അങ്ങനത്തെ ഇതൊന്നും നിങ്ങൾ വലിയ ബോട്ടിലായിട്ട് കൊണ്ടുവരാൻ നിൽക്കേണ്ട. അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. ബോയ്സ് ആണെങ്കിലും മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് സൂര്യൻ നമ്മുടെ തൊട്ടടുത്താണ് നിൽക്കുന്നതെന്ന് തോന്നും. അത്രയ്ക്ക് ഹാർഷായിട്ടുള്ള സൺലൈറ്റ് ആണ്. അതേപോലെ തന്നെ തണുപ്പുള്ള ദിവസങ്ങളിൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. സോ നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടാവുന്ന ടൈപ്പ് ഓഫ് ഇത് വാങ്ങാം. ഇവിടെ അഫോർഡബിളായിട്ട് കിട്ടും. അത് യൂസ് ചെയ്യണം. അത് ബോയ്സ് ആണെങ്കിലും യൂസ് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ 2 കൊല്ലം കൊണ്ട് ഒരു 20 വയസ്സ് സ്കിന്നിന് കൂടും. സോ യെസ്, അതൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം വേണ്ടത് ചെറിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി. മറ്റേ വലിയ ബോട്ടിൽസിലുള്ളതും വലിയ ക്വാണ്ടിറ്റി ഒക്കെ ഇവിടെ നിന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. അതേപോലെ വെയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നല്ലൊരു സൺഗ്ലാസ് നിങ്ങൾ എന്തായാലും കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇതുപോലെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ കണ്ണുപിടിച്ച് നിങ്ങൾക്ക് തലവേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, കണ്ണിന് സ്ട്രെയിൻ ആവാൻ ചാൻസ് ഉണ്ട്. സോ സൺഗ്ലാസസ് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ഇവിടെ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന കാര്യമാണ്. നല്ല ക്വാളിറ്റി ഉള്ള സൺഗ്ലാസസ് കൊണ്ടുവരിക. അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കുടയും കൊണ്ടുവരിക. കുട ഇവിടെ വാങ്ങാൻ കിട്ടും. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നീളമുള്ള കാലം കുട ടൈപ്പ് ഓഫ് നീളമുള്ള കുട ഇവിടെ കിട്ടത്തുള്ളൂ. നമുക്ക് മടക്കി ബാഗിൽ വെക്കാൻ പറ്റുന്ന നാട്ടിലെ പോലത്തെ ചെറിയ കുടകൾ ഇവിടെ കിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല, കിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്താ പറയുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുട, ഭയങ്കര ശക്തിയായിട്ടുള്ള കാറ്റാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതിനെ നിൽക്കാൻ പറ്റുന്നല്ലോ. മറ്റേ നാനോ കുട ഇല്ലെങ്കിൽ ഈ പറയുന്ന തിന്നായിട്ടുള്ള കമ്പിയുള്ളതല്ല, അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നല്ല കാറ്റത്ത് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന പോലത്തെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുടയും നിങ്ങൾ കൊണ്ടുവരിക. പിന്നെ ഈ പറയുന്ന പോലെ ട്രിമ്മർ, ഫേസ് റേസേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ കൊണ്ടുവരാം കേട്ടോ. പക്ഷേ ഷേവിങ് ക്രീമൊന്നും എടുക്കരുത്, അത് ഫ്ലൈറ്റിൽ അലൗഡ് അല്ല. സോ ഫേഷ്യൽ റേസേഴ്സും അങ്ങനത്തെ ഇതൊക്കെ കൊണ്ടുവരാം. ഗേൾസ് ആണെങ്കിലും മറ്റേ ചെറിയ ഫേസ് റേസർ ഇല്ലേ, അതിൻ്റെ മറ്റേ പാക്കായിട്ടുള്ളത് തന്നെ വാങ്ങിയിട്ട് കൊണ്ടുവരിക. ത്രെഡിങ് ഒക്കെ ഇവിടെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവാണ്. സോ സ്ഥിരമായിട്ട് ത്രെഡിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ മറ്റേ റേസറൊക്കെ യൂസ് ചെയ്ത് തന്നെ ചെയ്ത് തുടങ്ങുക. അങ്ങനത്തെ പാക്കറ്റായിട്ട് അങ്ങനത്തെ 3-6 ഒക്കെ ഉള്ള പാക്കറ്റ്സ് വാങ്ങാൻ കിട്ടുമല്ലോ, അത്
വാങ്ങിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ നേരത്തെ പ്ലഗിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലത്തെ ഇവിടുത്തെ വീടുകളുടെ ഒരു ഡിഫറൻസ് ആണ്. ഇവിടെ എല്ലാ റൂംസിനൊന്നും അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉണ്ടാവില്ല. അപ്പോൾ 4-5 ബെഡ്റൂമൊക്കെ ഉള്ള വീടാണെങ്കിൽ അവിടുത്തെ മെയിൻ ബെഡ്റൂമിലെ മാസ്റ്റർ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാവും. അല്ലാതെയുള്ള റൂംസിന് കോമൺ ആയിട്ട് ഒരു ബാത്റൂം ആൻഡ് ടോയ്ലറ്റ് ഉണ്ടാവുക. അത് സെപ്പറേറ്റ് ആയിരിക്കും. ഒരു 90% വീടുകളിലും ടോയ്ലറ്റും ബാത്റൂമും സെപ്പറേറ്റ് ആയിരിക്കും. ആൻഡ് ടോയ്ലറ്റിൽ വെള്ളം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഈ ടോയ്ലറ്റ് പേപ്പേഴ്സ് ഒന്നും അത്ര ശീലമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഈ ബിഡേ ബോട്ടിൽസ് വാങ്ങുവാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് വന്നിട്ട് ടോയ്ലറ്റ് പേപ്പറിലേക്ക് മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്യത്തുമില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ആമസോണിൽ വലിയ വിലയൊന്നുമില്ല, ആമസോണിൽ നിന്നൊക്കെ വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ക്യാരി ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ആൻഡ് ഗേൾസിനോടാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സാനിറ്ററി പാഡിൻ്റെ വലിയ പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വരുന്നത് നല്ലതായിരിക്കും. കാരണം ഇവിടെ കിട്ടുന്ന പാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു 15 years മുന്നേ ഉണ്ടായിരുന്ന ടൈപ്പ് ഓഫ് മറ്റേ കട്ടിയുള്ള ടൈപ്പ് പാഡുകളില്ലേ, അങ്ങനത്തതാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ മറ്റേ തിന്നായിട്ടുള്ള ഫാസ്റ്റ് അബ്സോർബിങ് ഓർഡർലെസ് ടൈപ്പ് ഓഫ് ഹൈ ടെക്നോളജി സാധനം ഇവിടെ ഇല്ല. അതെന്താണ് ഇവരത്ര ഔട്ട്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. മേ ബി ബിക്കോസ് ഇവിടെ കൂടുതൽ ആൾക്കാരും മെൻസ്ട്രൽ കപ്പ് അല്ലെങ്കിൽ ടാംപോൺസ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാം, അറിയില്ല. പക്ഷേ സാനിറ്ററി പാഡ്സ് കുറച്ചൊരു എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ടൈപ്പ് ഓഫ് ക്വാളിറ്റിയിലാണ് പാഡ്സ് ഒക്കെ ഉള്ളത്. സോ ആ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന ടൈപ്പ് ഏതാണ്, ബ്രാൻഡ് ഏതാണെന്നൊക്കെ കണ്ടുപിടിച്ച് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ വലിയൊരു പാക്ക് തന്നെ വാങ്ങിക്കൊണ്ട് വരിക. അത് കഴിഞ്ഞിട്ട് സ്ലോലി ഇതിലേക്ക് മാറുന്നതായിരിക്കും നല്ലത്. വന്നിട്ട് 1-2 ട്രൈ ചെയ്ത് മാറുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ അൾട്രാ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതിൻ്റെ, അത് അത്യാവശ്യം ഹെവി ഫ്ലോ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് വന്നിട്ട് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ നോക്കി ഫിഗർ ഔട്ട് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ബട്ട് വന്ന ഉടനെ ആ ചേഞ്ചിലേക്ക് പോകണ്ടല്ലോ. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പിന്നെ എന്താണുള്ളത്, പേന എന്തായാലും എടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ മറ്റേ ഇൻകമിങ് പാസഞ്ചർ കാർഡ് കിട്ടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 10,000-ൽ കൂടുതൽ ഓസ്ട്രേലിയൻ ഡോളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഡിക്ലെയർ ചെയ്യണം. മെഡിസിൻസ് ഉള്ളത് ഡിക്ലെയർ ചെയ്യണം. വേറെ അതിലിങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതിൽ ഇന്നതുണ്ടോ, ഇങ്ങനെയുണ്ടോ, അതുണ്ടോ, പിന്നെ ഇന്ന അസുഖങ്ങൾ കഴിഞ്ഞ 3 മാസത്തിലുണ്ടായിട്ടുണ്ടോ, സർട്ടൻ അസുഖങ്ങളുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റിൽ വന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് കാര്യങ്ങൾ അവരിൽ ചോദിക്കും. അതിനുള്ളതൊക്കെ നിങ്ങൾ സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ ഐറ്റംസ് ഇന്നതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഐറ്റംസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആണോ അല്ലയോ എന്ന് ഡൗട്ട് തോന്നുവാണെങ്കിലും നിങ്ങൾ യെസ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. കാര്യം അത് പിന്നീട് ചോദിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഇപ്പം എൻ്റെ നവ്യ നായരുടെ മുല്ലപ്പൂ ഇഷ്യൂ കണ്ട് എല്ലാവർക്കും തന്നെ ഇത് അറിയായിരിക്കും. എന്നാലും പറയുന്ന പോലെ നമ്മൾ നോ കൊടുത്തിട്ടാണ് നമ്മുടെ കയ്യിൽ ആ സാധനം ഉള്ളതെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ഫൈൻ കിട്ടും. പിന്നെ റെസ്ട്രിക്റ്റഡ് ഐറ്റം, ടോട്ടലി റെസ്ട്രിക്റ്റഡ് ഐറ്റം ആണെങ്കിൽ നമുക്ക് ജയിൽ ശിക്ഷ കിട്ടാം, വിസ ക്യാൻസൽ ആവാം, അങ്ങനത്തെ എക്സ്ട്രീം സിറ്റുവേഷൻസിലേക്ക് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യെസ് ആണ് ഡിക്ലെയർ ചെയ്താണ് നമ്മൾ വരുന്നതെങ്കിൽ അവരത് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നമ്മളെ വിടും ഉണ്ടെന്നുള്ള ഇതേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് റെസ്ട്രിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ എയർപോർട്ടിൽ തന്നെ ഡിസ്പോസ് ചെയ്ത് കളയണമെന്നേ ഉള്ളൂ. അവരുടെ കണ്ണ് വെട്ടിച്ച് ഇങ്ങോട്ട് കടക്കാം എന്നുള്ളത് വിചാരിക്കണ്ട. ഇപ്പോൾ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിൻ്റെ വിസയൊക്കെ ക്യാൻസലായി എയർപോർട്ടിൽ നിന്ന് തന്നെ തിരിച്ചു വിട്ട സംഭവം. ആ കുട്ടി പറഞ്ഞതിലും അധികം സിഗരറ്റ് പാക്കറ്റ്സ് കൊണ്ടുവന്നിരുന്നു എന്നാണ് തോന്നുന്നു. അലൗഡ് ആയാലും അധികം സിഗരറ്റ് പാക്കറ്റ്സ് എന്തോ കൊണ്ടുവന്ന് അങ്ങനെ. കാര്യം എക്സ്റേ മെഷീൻസ് ഉണ്ട്, സ്നിഫർ ഡോഗ്സ് ഉണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡിൻ്റെ പോലും ചെറിയ ബിറ്റ്സ് ആൻഡ് പീസസ് നമ്മുടെ ഡ്രസ്സിലോ പോക്കറ്റ്സിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടിക്കൊട്ടി കളഞ്ഞിട്ട് വരിക. അല്ലെങ്കിൽ വെറുതെ എന്തിനാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ ആവശ്യത്തിന് ടെൻഷൻ അല്ലാതെ തന്നെ ഉണ്ടാവും. സോ അങ്ങനത്തെ ഇതൊന്നും ചെയ്യാതിരിക്കുക. ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഫുഡ് പോലും
റൂമിലെത്തിയിട്ട് കഴിക്കാം എന്നൊന്നും വിചാരിച്ച് എടുക്കരുത്. ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്നത് അവിടെ നിന്ന് കഴിക്കുക, ഇല്ലെങ്കിൽ അവിടെ കളയുക, എടുക്കാൻ നിൽക്കരുത്. ഇപ്പം ഞാൻ വരുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു പൂജ ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഷുവർ അല്ലായിരുന്നു അത് ഒറിജിനൽ വുഡാണോ അല്ലയോ എന്നുള്ളത്. സോ വുഡിൻ്റെ ഞാൻ വുഡൻ ഐറ്റം ഉണ്ടെന്നുള്ളത് തന്നെ കൊടുത്തു. അവരോട് ഇതുപോലെ എൻ്റെ ഒരു പൂജ ബോക്സ് ആണുള്ളത് ഇതെന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ ഈവൺ ഇഫ് വുഡ് ആണെങ്കിലും വാർണിഷ്ഡ് പോളിഷ്ഡ് ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ കൊള്ളാൻ പറഞ്ഞു. ഇഫ് ഞാൻ അത് ഡിക്ലെയർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കതിനവിടെ ഫൈൻ അടിച്ച് കിട്ടിയേനെ. കാര്യം അന്നേരം അത് മറ്റേ ഞാൻ അവരെ പറ്റിച്ച് കടത്താൻ നോക്കി എന്നുള്ള ഇതിൽ വരും. സോ എന്ത് കയ്യിലുണ്ടെങ്കിലും അത് ഡിക്ലെയർ ചെയ്തിട്ട് തന്നെ കൊണ്ടുവരിക. പിന്നെ എന്താണ്, ഈ പറഞ്ഞ പോലെ ദൈവവിശ്വാസമൊക്കെ ഉള്ളവർ നമ്മൾ ഇതുപോലെ ഇഷ്ടപ്പെട്ട ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോസ് കൊണ്ടുവരുമ്പം വുഡൻ ഫ്രെയിം അല്ലാതെ ഉള്ളത് കൊണ്ടുവരിക. പ്ലാസ്റ്റിക്കിൻ്റെയോ ഇല്ലെങ്കിൽ മറ്റേ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ടൈപ്പൊക്കെ ഉള്ളതൊക്കെ കൊണ്ടുവരാം. അല്ലാതെ കുറേയൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ. പക്ഷേ സ്റ്റുഡൻസൊക്കെ ആയിട്ട് വരുമ്പോൾ അതിന് വേണ്ടി പൈസ ചിലവാക്കേണ്ട കാര്യമില്ല. അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അത് ചിലവാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. വുഡിൻ്റെ ആവരുതെന്നേ ഉള്ളൂ. പ്ലാസ്റ്റിക്കോ ഗ്ലാസ്സോ, ഇതിൻ്റെയൊക്കെ ഗ്ലാസ് പൊട്ടിപ്പോവും. പ്ലാസ്റ്റിക് ഫ്രെയിമൊക്കെ ഉള്ള ഇതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. പിന്നെന്താണ്, അത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ മാക്സിമം അതാത് ദിവസം തന്നെ കമൻസിനെല്ലാം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് വേറൊന്നും ഇപ്പോൾ അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. യെസ്, ഇലക്ട്രോണിക്സ്, ഡ്രസ്സ്, സാധനങ്ങളൊക്കെ നല്ലത് ക്വാളിറ്റി ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരിക. ഈ പറയുന്ന പോലെ വെയിറ്റിൽ അധികമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊറിയർ ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ യെസ്, എനിക്ക് പിന്നെ തോർത്ത്, നമ്മുടെ സാധാരണ വെള്ളത്തോർത്തില്ലേ, അത് ഇവിടെ കിട്ടില്ല. അപ്പം അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്ത് ശീലമുള്ളവർ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവരും കേട്ടോ. പിന്നെ മൈക്രോ ഫൈബർ ടവലാണേലും, മൈക്രോ ഫൈബർ എന്ന് പറഞ്ഞ് ഇവിടെ കിട്ടുന്നത് കുറച്ച് റഫായിട്ടുള്ള ടൈപ്പാണ്. സോ തോർത്ത് നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നോ. മറ്റേ കട്ടിയുള്ള തോർത്ത് വേണമെങ്കിൽ ഇവിടെ കിട്ടും. അല്ലാത്ത മറ്റേ നമ്മുടെ തിൻ കോട്ടൺ ഇത് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരിക. വേറൊന്നും എനിക്കങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ കമൻസിന് റിപ്ലൈ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ Kmart, ഐക്കയുടെ തന്നെ കുറച്ചുകൂടെ ഒരു അഫോർഡബിൾ റേഞ്ച് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇന്ത്യൻ സ്റ്റോറിൻ്റെയും നമ്മുടെ അല്ലാത്ത ഗ്രോസറി സ്റ്റോറിൻ്റെയും വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത് നമ്മുടെ ചാനലിലുണ്ട്. അതെന്തായാലും കാണുക. ഞാനിവിടെ മേലെ ഐകാർഡിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അല്ലെങ്കിൽ അത് ചാനലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരുവിധം എന്തൊക്കെ വാങ്ങാൻ കിട്ടും, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വേറെന്താണ്, ഇവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫുൾ അഡ്രസ്സ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ട്രാവൽ ചെയ്യാൻ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. വലിയ ശീലമില്ലാത്തവർക്കും ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. സോ അതിനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ സെക്കൻഡ് വീഡിയോ, അതായത് മെൽബൺ സിറ്റി വ്ളോഗിൻ്റെ പാർട്ട് 1 നമ്മൾ ബസ്, മെട്രോ ഒക്കെ എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്ത് പോകുന്നത്, ആരോടും ചോദിക്കാണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യാം എന്നുള്ളത് അതിൽ കാണിച്ചിട്ടുണ്ട്. സോ അതും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്താണ്, യെസ്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സ് ഇതുപോലെ നമ്മൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ബൈ ബൈ.